ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പച്ചക്കള്ളം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ണു തുറന്ന് കാണുക, ചെവി കൂർപ്പിച്ച് കേൾക്കുക. നരേന്ദ്രമോദി ഓഗസ്റ്റ് 15 നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഞാൻ ഇവിടെ പറയാം. രാജ്യത്തിന്റെ വികസനത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് ജനസംഖ്യാ വർധനവാണ് പോലും. നരേന്ദ്രമോദി പ്രസംഗിച്ചത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ജനസംഖ്യയാണ് രാജ്യത്തിന്റെ വികസനത്തിന്റെ തകർച്ച എന്ന് പറയാനുള്ള കാരണമെന്ന് നമുക്ക് വ്യക്തമായി ചില വസ്തുതകളെ നിരത്തി ഞാൻ തെളിയിച്ചു തരാം. ഒപ്പം മറ്റു ചില കാര്യങ്ങളും. രാജ്യത്ത് ജനസംഖ്യാ വർധനവുണ്ടോ? ദേശീയ പ്രത്യുൽപാദന നിരക്ക് പാടെ കുറഞ്ഞതായിട്ടാണ് ഔദ്യോഗിക രേഖകൾ തെളിയിക്കുന്നുള്ളത്. ഒപ്പം 2018, 2019 നടത്തിയിട്ടുള്ള സാമ്പത്തിക സർവേയുടെ നിരീക്ഷണത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ പ്രത്യുൽപാദന നിരക്ക് പാടെ കുറഞ്ഞതായിട്ടാണ്. ഒപ്പം ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധനവുള്ള സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രത്യുൽപാദന നിരക്ക് ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. വ്യക്തമാക്കുന്നത് ജനസംഖ്യാ പെരുപ്പം ഇവിടെയൊന്നും ഇല്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം മറ്റൊരു കണക്ക് കൂടി പറയാം. 1991 3.6 ആയിരുന്ന രാജ്യത്തിന്റെ പ്രത്യുൽപാദന നിരക്ക് 2017 എത്തിയപ്പോൾ 2.2 മാറിയിരിക്കുന്നു. വ്യക്തമാക്കുന്നത് രാജ്യത്ത് ജനസംഖ്യാ വർധനവ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് നരേന്ദ്രമോദി ഓഗസ്റ്റ് 15 പച്ചക്കള്ളം ജനങ്ങളോട് പറഞ്ഞത്? വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് രാജ്യത്ത് സാമ്പത്തിക തകർച്ച ശക്തമാണ്. പല കമ്പനികളും നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. മഹീന്ദ്ര അടങ്ങുന്ന പ്രമുഖ കമ്പനികൾ ഇത് പ്രകടമാക്കുകയും ചെയ്തു. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കരണം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി കൊണ്ടുവന്ന നോട്ട് നിരോധനത്തിന്റെ തകർച്ച ഇതുവരെ രാജ്യം വിട്ടുപോയിട്ടില്ല. ആ തകർച്ച വലിയ രീതിയിൽ കച്ചവടക്കാരെ ബാധിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനൊരു ന്യായീകരണം വേണ്ടേ? ആ ന്യായീകരണമാണ് രാജ്യത്തിന്റെ വികസന തകർച്ചയ്ക്ക് കാരണം ജനസംഖ്യ എന്നുള്ളത് നരേന്ദ്രമോദി ആക്കി തീർത്തു. ഇതാണ് പറഞ്ഞത് പൊതുജനങ്ങളോട് കള്ളം പറയുന്ന, പൊതുജനങ്ങളെ പരസ്യമായി വിഡ്ഢിയാക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ് 15 നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒന്ന് കേട്ടാൽ മതി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.